ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏഴാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. നന്മ കൊയ്യുന്ന നാവ് എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഒരു വിശ്വാസിയുടെ നാവ് എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിശ്വാസിയുടെ നാവ് എന്ന വിഷയം വളരെ വിശാലമായൊരു വിഷയമാണ്. നാവിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ പ്രതിവിധിയും എല്ലാം വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. പക്ഷേ ഈ അധ്യായത്തിൽ നമ്മൾ വളരെ കുറഞ്ഞ ഭാഗം സൂറത്തുൻ നിസാഇൻ്റെ 114 ആയത്ത് അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ മാത്രമേ 114 സൂക്തം അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വിശദമായി നമ്മളിപ്പോൾ ഈ അധ്യായത്തിൽ പറയുന്നില്ല. സൗകര്യം പോലെ നമുക്കത് പിന്നീട് പറയാം. പറയേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നാവ് എന്നത് നമുക്കൊക്കെ അറിയാം. ആദ്യമായി ആ സൂക്തം പാരായണം ചെയ്ത് 114 ആയത്ത് സൂറത്തുൻ നിസാഇൻ്റെ അത് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. صدق الله العلي العظيم. ഇതാണ് ആയത്ത്. പാരായണത്തിൽ പ്രത്യേകം പുതിയതായി പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ശ്രദ്ധിച്ച് ഓതണമെന്നത് എപ്പോഴും നമ്മൾ പറയുന്ന വിഷയമാണല്ലോ. ലാ ഖൈർ എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാഠപുസ്തകത്തിലും കാണുന്നുണ്ട്. ഖുർആൻ എടുക്കുമ്പോൾ ലാ ഖൈർ എന്നിടത്ത് ലാക്ക് ഷദ് കാണും. ഖുർആനിലെടുത്ത് നോക്കുമ്പോഴേ ലാ ഖൈർ എന്ന ലാ എന്നതിന് ഷദ് കാണും. പക്ഷെ അത് നമ്മളങ്ങനെ ഓതുമ്പോൾ ഷദ് ഉച്ചരിക്കേണ്ടതില്ല. അവിടെ ലാ ഖൈർ എന്നല്ല ഓതേണ്ടത്. ആ ഷദ് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പത്തെ ആയത്തു കൂടി കൂട്ടി ഓതുമ്പോഴാണ് ആ ഷദ് ഉച്ചരിക്കുക. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നൂറുകണക്കിന് സ്ഥലത്ത് കാണുന്നത്. ആ മുമ്പത്തെ സൂക്തം കൂടി കൂട്ടിയിട്ടാണ് ഓതുമ്പോഴുള്ള കാര്യമാണ് ആ പറയുന്നത്, ആ കാണിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്ത് ഓതുമ്പോൾ 113 ആയത്തുകൂടി കൂട്ടി ഓതുമ്പോൾ വകാന ഫളുല്ലാഹി അലൈക അലീമല്ല ഖൈറ അലീമല്ല അപ്പോൾ ഷദ് കൊടുക്കും. കാരണം തൻവീനിന് ശേഷം ലാമ് വന്നു. അപ്പോൾ മണിക്കാതെ ഇദ്ഗാം ചെയ്യും. ഇദ്ഗാമും ബിലാ ഗുന്ന. അപ്പോൾ അലീമല്ല അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഷദ് കൊടുക്കും. കൂട്ടാതെ അപ്പോൾ നമ്മൾ ഓതുന്നത് തുടക്കത്തിൽ നിന്ന് അവിടെ ഓതിപ്പോവല്ലേ. നമ്മൾ ആ മുമ്പത്തെ ആയത്തുകൂടി കൂട്ടി ഓതുന്നില്ല. കൂട്ടാതെ ഓതുമ്പോൾ വഖഫ് ചെയ്ത് ഓതുകയാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും തലക്കെന്ന് ഓതുകയാണല്ലോ, അപ്പോൾ ഒന്നും ആ ഷദ് കൊടുക്കില്ല. അപ്പോൾ സദാ ല എന്നേ ഉള്ളൂ, ആ ഷദ് കൊടുക്കൂല എന്നർത്ഥം. ശ്രദ്ധിക്കണം, അവിടെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്വദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഇസ്ലാഹിൻ ബൈനന്നാസ് എന്നുള്ളിടത്തും മുസ്ഹഫ് എടുത്ത് ഓതുമ്പോൾ ഇസ്ലാഹിൻ എന്നുള്ളിടത്തൊരു മീം, അവിടെ ഒരു അടിയിൽ ഹാൻ്റെ താഴെ ഒരു മീം ഇങ്ങനെ കൊക്കട്ട് കാണാം. എന്താ ഒരു മീം എന്ന് വിചാരിക്കണ്ട. അവിടെ ഇസ്ലാഹിൻ എന്ന് തൻവീനാണുള്ളത്. തൻവീനിന് ശേഷം ബാ വരുമ്പോഴേ തൻവീനിൻ്റെയോ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിൻ്റെയോ ശേഷം ബാ വരുമ്പോൾ ആ തൻവീനിനെ അല്ലെങ്കിൽ ആ നൂനിനെ മറിച്ച് മീമാക്കും. അപ്പം ഇസ്ലാഹിൻ എന്നാണ്ടായിരുന്നത്, ഇസ്ലാഹിൻ തൻവീൻ, എന്നിട്ടാണ് ബൈന എന്നുള്ളത്. അപ്പോൾ അവിടെ ഇസ്ലാഹിൻ ബൈന എന്ന് പറയില്ല, അവിടെ മീമായിട്ടിട്ട് പോകും. ഇസ്ലാഹിൻ ബൈന, ഇസ്ലാഹിൻ ബൈന അങ്ങനെ വരിക. അങ്ങനെ തന്നെയാണ് നൂനിന് ശേഷം വരുമ്പോഴും. മിൻ ബഅദ് ഖുർആനിലൊക്കെ കാണുമല്ലോ, മിൻ ബഅദ്. ഉദാഹരണം
മിൻ ബഅദ്. അവിടെ മിൻ ബഅദ് എന്നല്ല പറയാം, മിന്ന് നൂനിനെ കാണൂല അവിടെ, ആ നൂനെ മറിച്ച് മീമാക്കും. അപ്പോൾ മിം ബഅദ്, മിം ബഅദ് അങ്ങനെ ഉണ്ടാകുക. മീമായി ആ മിൻ ബഅദ് എന്ന് പറയില്ല. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനാണ് ആ മീമോട് കാണിക്കുന്നത്. ഖുർആനോട് മുസ്താഫ് എടുത്ത് ഓതുമ്പോൾ അത് മനസ്സിലാവും. ഔ ഇസ്ലാഹിം ബൈനന്നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ. ഇവിടെ വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ, അവിടെ ദാലിക ഇബ്തിഗാഅ എന്നോതുക, അല്ലാതെ ദാലിക ഇബ്തിഗാഅ എന്നോതൂല. ദാലിക ഇബ്തിഗാഅ എന്നോതൂല, കാരണം കൂട്ടിച്ചരിക്കുമ്പോൾ പോകുന്ന ഹംസാണ് ഈ വസുലിൻ്റെ ഹംസ. അപ്പോൾ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഇതാണിപ്പോൾ ആ ആയത്ത്. ഇനി നമുക്കതിൻ്റെ വിശദീകരണങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ആദ്യം അതിൻ്റെ ചില പദങ്ങളുടെ അർത്ഥങ്ങൾ. നജ്വ എന്ന് പറഞ്ഞാൽ രഹസ്യ സംഭാഷണം, രഹസ്യ സംസാരം, അതിനാണ് നജ്വ എന്ന് പറയുക. പിന്നെ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് മഅറൂഫ് എന്ന് പറയും. ഇസ്ലാഹ് യോജിപ്പിക്കുക, രഞ്ജിപ്പുണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം. രണ്ടുപേർക്കിടയിൽ കുഴപ്പമുണ്ടാകുമ്പോൾ അവർക്കിടയിൽ യോജിപ്പിക്കുമ്പോഴാണ് ഇസ്ലാഹ് എന്ന് പറയുക, നന്നാക്കുക. ഇബ്തിഗാ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട്, ആഗ്രഹിക്കുക എന്നത്. മർലാത്ത് തൃപ്തി, പൊരുത്തം, തൃപ്തി എന്നൊക്കെ പറയുമല്ലോ. അജ്ർ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കിയ അർത്ഥം പറയാം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ലാ ഖൈറ, ഖൈറില്ല, ഒരു ഗുണവും നേട്ടവുമില്ല. ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ രഹസ്യ സംസാരങ്ങളിൽ മിക്കതിലും ഒരു ഗുണവുമില്ല, നേട്ടവും ഖൈറില്ല. ഇല്ലാമൻ അമറ ബി സ്വദഖത്തിൻ, ദാനധർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരമൊഴികെ. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരമൊഴികെ. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കുന്ന, രഞ്ജിപ്പുണ്ടാക്കുന്ന, ഐക്യപ്പെടുത്തുന്ന, രണ്ടുപേരെ ജനങ്ങളെ നന്നാക്കുന്ന, രഞ്ജിപ്പും യോജിപ്പും ഉണ്ടാക്കുന്ന സംസാരം ഒഴികെ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ദാനധർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുകയും ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കുകയും രഞ്ജിപ്പും ഐക്യവും ഉണ്ടാക്കുകയും ചെയ്യുന്ന സംസാരം ഒഴികെ ഒരു സംസാരത്തിലും, അവരുടെ രഹസ്യ സംസാരങ്ങളിലൊന്നും യാതൊരു ഖൈറും ഇല്ല. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ, സ്വതക്ക കൊണ്ട് കൽപ്പിക്കുകയോ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ, ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമ, അവന് നമ്മൾ മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. മഹത്തായ പ്രതിഫലം നമ്മൾ പിന്നീട് അവന് തീർച്ചയായും അവന് നൽകുന്നതാണ് എന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് മനുഷ്യരുടെ സംസാരങ്ങളിൽ മിക്കതിലും നമ്മുടെ സംസാരങ്ങൾ രണ്ട് വിധേനയുണ്ട്. നമ്മുടെ സംസാരങ്ങൾ രണ്ട് വിധത്തിലാണ്. ഒന്ന് അള്ളാഹുവുമായിട്ടുള്ള സംസാരമാണ്. അത് നമ്മുടെ നിസ്കാരവും നമ്മുടെ ദിക്റുകളും അതുപോലെ നമ്മുടെ തസ്ബീഹ്, ദിക്ർ, ഇതെല്ലാം അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ആരാധനയായിട്ട് വരുന്ന സംസാരമാണ്. അതെല്ലാം ഇബാദത്തുകളാണ്, ആരാധനകളാണ്. പക്ഷെ നമ്മൾ ജനങ്ങളുമായിട്ടുള്ള സംസാരങ്ങൾ, ഈ സംസാരങ്ങളിൽ മിക്കതും ഒരു ഖൈറും ഇല്ല. ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കവും സംസാരവും എന്തായിരിക്കണം എന്നതാണ് ഈ ആയത്ത് പറയുന്നത്. നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തുകയാണ്, അഭിമുഖ സംസാരം നടത്തുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മുഖത്തെ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ട് അള്ളാഹുവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നിസ്കാരത്തിൽ നടക്കുന്നത്. ദിക്റിലും സ്വലാത്തിലും തസ്ബീഹിലൊക്കെ അള്ളാഹുവിനോടുള്ള ദിക്റുകളാണ് നടക്കുന്നത്.
അതല്ലാത്ത നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ സൗഹൃദ സംസാരങ്ങൾ, നമ്മുടെ വീട്ടിലും കൂട്ടിലും കുടുംബത്തിലും ഒക്കെ ഉള്ള സംസാരങ്ങൾ, ഈ സംസാരങ്ങൾ എന്ന് പറയുന്നത് മിക്ക സംസാരങ്ങളും, ഈ സംസാരങ്ങളിൽ മിക്കതും ഖൈറില്ലാത്തതാണ്. അത് ഗീബത്തും നമീമത്തും കളവും പരദൂഷണവും ഏഷണിയും ഒക്കെ ആയിട്ട് മാറുകയാണ്. അതാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാമൂഹികമായ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ ഉണ്ടാകുന്ന സംസാരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ രഹസ്യമായ സംസാരങ്ങളിൽ, സംഭാഷണങ്ങളിൽ മിക്കതിലും ഒരു ഗുണവുമില്ല. നന്മ കൊണ്ട്, സ്വതക്ക കൊണ്ട് കൽപ്പിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും അതുപോലെ ജനങ്ങൾക്കിടയിൽ യോജിപ്പും രഞ്ജിപ്പും ഉണ്ടാക്കുകയും ചെയ്യുന്ന സംസാരം ഒഴികെ എന്നാണ്. അപ്പോൾ നമ്മുടെ സംസാരം അതിനു വേണ്ടിയുള്ളതായിരിക്കണം. സംസാരം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജീവികൾക്ക് കൊടുക്കാത്ത ഒരു നിഅമത്താണ്. മനുഷ്യനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു നിഅമത്ത് എന്ന് പറയുന്നത് മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന വിവേകവും സംസാരശേഷിയൊക്കെയാണ്. നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് ഭാഷകളുണ്ട്, സംസാരശേഷിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സംസാരങ്ങളെല്ലാം, അതിൻ്റെ അർത്ഥം മറ്റു ജീവികൾക്കൊന്നും അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കുന്നില്ല എന്നതല്ല. എല്ലാ ജീവികൾക്കിടയിലും ആശയവിനിമയം നടക്കുന്നുണ്ട്. ഉറുമ്പുകൾ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടല്ലോ. സുലൈമാൻ നബിയും പരിവാരങ്ങളും വരുന്നത് കണ്ടപ്പോൾ ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ ഉറുമ്പിൻ്റെ നേതാവ് പറഞ്ഞു, ഉറുമ്പുകളെ എല്ലാവരും കൂട്ടിലൊളിച്ചോടി, നിങ്ങളെല്ലാവരും ഓടി ചവിട്ടി മെതിച്ച് കളയൂ എന്നൊക്കെ ഉറുമ്പുകൾ സംസാരിച്ചത് സുലൈമാൻ നബി കേട്ടു. അങ്ങനെയൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഭാഷയും അതുപോലെ വിവേകവും മനുഷ്യർക്ക് ബുദ്ധിശക്തിയൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്നു, വേറെ ആർക്കും അത് നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം എന്നതാണ് ഈ ഖുർആനിലൂടെ, ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മുടെ നാവ്, ഏകദേശം 100 ഗ്രാം തൂക്കമുള്ള നമ്മുടെ നാവ്, അതിലൊരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ നാവിലടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് അതിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്ന രസമുകുളങ്ങൾ, രസം അറിയുന്ന രുചി അറിയാനുള്ള മുകുളങ്ങളെല്ലാം ഈ നാവിലാണ്. രുചി അറിയാനുള്ള എല്ലാം നാവിനാണ്. അതുകൊണ്ടാണ് നാവിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം നമ്മുടെ നാവൊന്ന് മര്യാദക്ക് പൊള്ളിപ്പോയാൽ, ശക്തമായ ചൂടുള്ള വെള്ളം കുടിച്ചപ്പോൾ നാവട് പൊള്ളി, എന്നാൽ പിന്നെ അന്ന് നാവിനൊരു രുചി അറിയുന്നില്ല. അത്രത്തോളം വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നതും എല്ലാം നാവ് കൊണ്ടാണ്. വെറും നാവ് മാത്രമല്ല, നാവിനാവശ്യമായ ആ രുചി അറിയാനും നമ്മുടെ ഭക്ഷണം വായിലേക്ക് ഇറക്കാനും ആവശ്യമായ സ്രവങ്ങൾ, ഉമിനീരും മറ്റു ഗ്രന്ഥികളും ഒക്കെ നാവിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. നാവിനെപ്പോഴും ഈർപ്പമുള്ളതാക്കി അള്ളാഹു നിർത്തുന്നുണ്ട്. ഈ ഉമിനീരൊക്കെ കൂട്ടിയിട്ട് ഇറക്കുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നത്. അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുമായി വലിയ അത്ഭുതങ്ങൾ നാവിന് തന്നെ ഉണ്ട്. പുറമെ ഈ നാവ് ആണ് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാനും സ്വർഗത്തിലേക്ക് എത്തിക്കാനും രണ്ടിനും ഈ നാവ് മതിയാവും. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കൊണ്ട്, നബിയെ, നാവ് കൊണ്ട് ഞങ്ങൾ ഈ പറയുന്നതിനൊക്കെ ഞങ്ങൾ അള്ളാഹു ശിക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നബിയെ, ഞങ്ങളിപ്പോൾ ഈ സംസാരിക്കുന്നതും കാരണമായിട്ട് ഞങ്ങൾ ഈ മിണ്ടിപ്പറയുന്നത് കൊണ്ടൊക്കെ നമുക്ക് നാളെ വിചാരണ നേരിടേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി എന്താണ് മുആദ് ചിന്തിക്കുന്നത്? ജനങ്ങളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നത് ഈ നാവല്ലാതെ മറ്റെന്താണ്? ഈ നാവിനോളം ജനങ്ങളെ നരകത്തിലെത്തിക്കുന്ന മറ്റെന്താണുള്ളത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നാവ് വളരെ ഗൗരവമുള്ളതാണ്. നാവിൻ്റെ വിഷയത്തിനെ പറ്റി പറഞ്ഞാൽ എത്രയെത്ര ഹദീസുകളും എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് നാവിൻ്റെ വിപത്തുകളും മുസീബത്തുകളും പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വമത നജ, ആരെങ്കിലും മൗനം പാലിച്ചാൽ, മിണ്ടാതിരുന്നാൽ അവൻ രക്ഷപ്പെട്ടു. മിണ്ടാതിരിക്കുക, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നിസ്കാരവും ദിക്റും നോമ്പൊക്കെ നല്ലതാണ്. അതിനു വേണ്ട ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകളൊക്കെ നല്ല കാര്യമാണ്.
നമ്മുടെ സംസാരങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംസാരം. എത്രയോ ആരാധനകൾ നിർവഹിക്കുന്നവരുണ്ട്, നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തൊക്കെ അവർക്കൊരു ഭാഗത്തുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ നാവിനെ കുറിച്ച് യാതൊരു നിയന്ത്രണവുമില്ല. ആ നാവ് അവരെ നരകത്ത് കൊണ്ടുപോവുകയാണ്. എത്ര അനുഭവങ്ങളാണ്. നമ്മുടെ തന്നെ ഒരു ദിവസത്തെ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള നമ്മുടെ നമ്മുടെ ഒരു പകൽ മാത്രം നമ്മളൊന്ന് കണക്കുകൂട്ടി നോക്കിയാൽ, ഇന്ന് സുബഹിക്ക് ഞാൻ എഴുന്നേറ്റതിന് ശേഷം ഇപ്പോൾ രാത്രി ഞാൻ കിടക്കാൻ സമയം വരെ ഞാൻ എന്തൊക്കെ പോയി നാവ് കൊണ്ട് പറഞ്ഞു എന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ, ഒരു പക്ഷേ നമ്മൾ കൈ കൊണ്ട് കുറേ ഹറാമ് ചെയ്തിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല, കാലുകൊണ്ട് കുറേ ചെയ്തിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഏത് അവയവങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്താലും നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത്രമാത്രം തെറ്റുകളാണ് നാവ് കൊണ്ട് സംഭവിച്ചു പോകുന്നത്. നാവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എത്ര കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒറ്റ വാക്കിൽ വളരെ ചുരുങ്ങിയിട്ട് നാവിൻ്റെ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പറയാം. അടുത്തൊരു ക്ലാസ് കൂടി ഇതിനുണ്ടല്ലോ. ഏതാണെങ്കിലും നല്ല സംസാരങ്ങളെന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നല്ല സംസാരങ്ങൾ അത് ഒന്നുകിൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ നാവ് കൊണ്ട് ഒരാൾ സ്വതക്ക ചെയ്യുന്നത് മുടങ്ങിപ്പോകാൻ പാടില്ല. അതൊരു ഭാര്യയുടെ സംസാരം കൊണ്ട് ഭർത്താവിൻ്റെ നന്മ മുടങ്ങാൻ പാടില്ല. ഒരാൾ ദീനിയായ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പള്ളിയുടെ വിഷയം, മദ്രസയുടെ ചെലവിന് വേണ്ടിയിട്ട് പിരിവ് നടത്തുക എന്ന് പറഞ്ഞാൽ ദീന് നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സാധുവായ മനുഷ്യൻ വന്നതാണ്, ഭർത്താവ് ഒരു സഹായം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ബെഡ്റൂമിൽ പോയി ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ അതിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഭാര്യ പിന്തിരിപ്പിച്ചു. ഭാര്യ എന്താ മനുഷ്യൻ നിങ്ങൾ കരുതിയത്, നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താൽ നിങ്ങളെ മക്കളെ കെട്ടിക്കാണുന്നില്ലേ എന്ന് ദാരിദ്ര്യം പറഞ്ഞ് ഭയപ്പെടുത്തും സ്ത്രീകൾ. സ്വാലിഹത്തായ സ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത്. സ്വാലിഹത്തായ സ്ത്രീകളെ പറ്റി പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അവൻ കൊടുത്തില്ലെങ്കിൽ കൊടുക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങളടുത്തൊന്നുമില്ലെങ്കിൽ എൻ്റെ ഈ മോതിര ഊരിയിട്ട് മദ്രസക്ക് കൊടുത്തളി എന്ന് ഭാര്യ പറയുമെന്നാണ്. എൻ്റെ ഈ ആഭരണം ഊരിയിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് കൊടുത്തേക്ക്, നിങ്ങളടുത്തൊന്നും കൊടുക്കാനില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഭാര്യ അവനെ സ്വർഗത്ത് കൊണ്ടുപോകും. അങ്ങനെയുള്ളവരാകണം. നമ്മുടെ നാവ് കൊണ്ട് നന്മ മുടങ്ങിപ്പോകാൻ പാടില്ല. ഒരാൾക്കൊരാൾ കൊടുക്കുന്നത് ദാരിദ്ര്യം പറഞ്ഞ് മുടക്കുന്ന ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ കൊടുക്കുമ്പോൾ മുടക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവ് ചെയ്യുമ്പോൾ സ്വതക്ക ചെയ്യുമ്പോൾ മുടക്കുന്ന ഭാര്യമാർ. മുടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറയില്ല, പക്ഷെ ഇങ്ങനെ ഉള്ളിലൂടെ പേടിപ്പിക്കും. നിങ്ങളതൊക്കെ കൂടി കൊടുത്താൽ അങ്ങനെയൊക്കെ കൊടുക്കണോ, കൊടുത്താലിപ്പോൾ നമ്മൾക്കില്ല മക്കളൊക്കെ ആരാവരെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. പിശാചിൻ്റെ പണിയാണ്, ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സംസാരം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സംസാരം നന്മ കൽപ്പിക്കുന്നതാകണം, ഒരിക്കലും ചീത്തക്ക് പ്രേരണ കൊടുക്കുന്നതാകരുത്. നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾ നന്മയിലേക്ക് വരണം. നമ്മളിപ്പോൾ അതാ റൗദത്തുൽ ഖുർആൻ ക്ലാസ്, നമ്മളുടെ ഒരു ഫോൺ വിളി കൊണ്ട് ജനങ്ങൾ ആ ക്ലാസ് കേൾക്കാൻ കാരണമാകണം. നമ്മളെ കാരണമായിട്ട് ഒരാൾ ഇൽമു പഠിക്കാൻ വരുന്നവരാകണം. നമ്മൾ നന്മ പഠിപ്പിച്ചു കൊടുക്കുക. അമ്റും ബിൽ മാറൂഫ് നഹിയുൻ അനിൽ മുങ്കർ എന്ന് പറയുന്നത് ഒരു വലിയൊരു അധ്യായമാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുക, അത് നമുക്കൊക്കെ നിർബന്ധമാണ്. എല്ലാ നാട്ടിലും അത് നിർബന്ധമാണ്. അത് ചെയ്യുന്ന ഒരാളെങ്കിലും നാട്ടിലില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അതെങ്ങനെ ചെയ്യണം? നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നിടത്ത് പറഞ്ഞു കൊടുക്കണം. ഒരു ചീത്ത കണ്ടാൽ ഇത് വിരോധിക്കാൻ പറ്റുമെങ്കിൽ വിരോധിക്കണം. നമ്മുടെ മക്കളോടൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റും. നമ്മളെ മക്കളല്ല, നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ നമ്മളത് മനസ്സുകൊണ്ടെങ്കിലും എതിർക്കണം. അങ്ങനെയല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസാരം നന്മ കൊണ്ട് കൽപ്പിക്കുന്നതായിരിക്കണം, നല്ലത് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നതായിരിക്കണം. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ, നമ്മുടെ കുടുംബിനികളും പുരുഷന്മാരും ഒക്കെ നമ്മുടെ നാവ് ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നതായിരിക്കണം, ഭിന്നിപ്പുണ്ടാക്കുന്നതാകരുത്. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ആ കുടുംബം തമ്മിൽ തെറ്റിപ്പോകരുത്. ഒരു അയൽവാസിയായ സ്ത്രീ വൈകുന്നേരം സംസാരിക്കാൻ വേണ്ടി അപ്പുറത്തെ അയൽവാസി വീട്ടിൽ പോയി സംസാരിക്കുകയാണ്. സംസാരം കൊണ്ട് മറ്റേ ആ വീട്ടുകാരും വേറെ വീട്ടുകാരും തമ്മിൽ തെറ്റിപ്പിക്കുകയാണ്. 3 വീട്ടുകാരുണ്ട് അപ്പുറം. അപ്പോൾ ഇവള് ആ 2 വീട്ടുകാരെ തെറ്റിപ്പിക്കുന്ന പണിയെടുക്കുകയാണ്. എന്നെപ്പറ്റി ഇന്ന് കുളിക്കാൻ പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞാൽ എനിക്കറിയില്ല, അവളെങ്ങനെ കൊണ്ടുകിടന്നോ, അല്ലെങ്കിൽ അവളെങ്ങനെ വലിയ നല്ലോളായി കരുതണ്ട, അവളെ തനി നിറ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞു കൊടുക്കുക. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പറയാൻ പാടുണ്ടോ? കാരണം അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്.
അവർക്കൊരു രഞ്ജിപ്പുണ്ടാക്കണം, നന്മ ഉണ്ടാക്കണം. രണ്ടുപേരും ഭാര്യയും ഭർത്താവും പിണങ്ങിപ്പോയാൽ അവരെ പരസ്പരം യോജിപ്പിക്കണം. രണ്ട് കുടുംബങ്ങൾ തെറ്റിപ്പോയാൽ യോജിപ്പിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ കളവ് പോലും പറയാൻ ഇളവ് അനുവദിച്ചിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം. നോക്കണം നിങ്ങൾ, എനിക്കതിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കളവ് എന്ന വിഷയത്തെക്കുറിച്ച് മാത്രം 1, 2, 3 ദിവസമൊക്കെ ക്ലാസ് എടുക്കേണ്ടതുണ്ട്. കളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണ് കളവ് പറയാൻ പറ്റുക, കളവ് പറഞ്ഞാലുള്ള ഗൗരവം എത്രയാണ്, കളവ് പറയാൻ അനുവദനീയമാകുന്ന ചുരുക്കം ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ പെർമിഷൻ എടുക്കേണ്ട ചില ആ പെർമിറ്റഡ് ആയ ഘട്ടങ്ങളിൽ നമുക്ക് കളവ് പറയാൻ പറ്റുന്നുണ്ട്. അതിനെ എപ്പോഴും ആ പെർമിഷൻ പറഞ്ഞിട്ട് ചെയ്യലല്ല. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെയാണ്, രണ്ടുപേർ പിണങ്ങിപ്പോയി, അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ കളവ് പറയേണ്ട ഘട്ടം വന്നാൽ അതിന് വേണ്ടി ഒരു ഇളവ് പോലും അനുവദിച്ചു. അപ്പം അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ് രണ്ടുപേർക്കിടയിൽ യോജിപ്പുണ്ടാക്കുക, ഐക്യപ്പെടുത്തുക, 2 സംഘടനയെ ഐക്യപ്പെടുത്തുക, 2 കുടുംബങ്ങളെ ഐക്യപ്പെടുത്തുക, ഭാര്യയും ഭർത്താവിനെ ഐക്യപ്പെടുത്തുക. അങ്ങനെയായിരിക്കണം, ഒരിക്കലും ഭിന്നിപ്പുണ്ടാക്കരുത്. ഭിന്നിപ്പിൻ്റെ വിത്ത് വിതക്കുന്നവരായി നമ്മൾ ആരും മാറാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നല്ല സംസാരങ്ങൾ എന്നാണ് ഈ ആയത്തിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ ചീത്ത സംസാരങ്ങൾ? ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസാരം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ വരുന്ന സംസാരങ്ങൾ ഇങ്ങനെയൊക്കെയാകണം. നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്, സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നത്, ഇത്തരം സംസാരങ്ങളായിരിക്കണം. അതല്ലാതെ ഭിന്നിപ്പുണ്ടാക്കുന്ന സംസാരമാകരുത്, തിന്മയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന സംസാരമാകരുത്, ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന സംസാരമാകരുത്. അതുപോലെ സ്വതക്ക ചെയ്യുന്നതിന് വിരോധിക്കുന്ന, നല്ല ഒരാൾക്ക് വല്ലതും ദാനം ചെയ്യുന്നതിന് തടയുന്ന സംസാരമാകാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഇനി ചീത്ത സംസാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ഒരു ഓട്ടപ്രദക്ഷിണം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പറയാം. റഹ്മാനായ അല്ലാഹു നാവ് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.